ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ടെമ്പിൾ ഡേയുടെ ഒരു കുട്ടി വ്ളോഗാണ്. ഏകദേശം 13 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്നും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കിൻ്റെ കാശി എന്നും വൈക്കം മഹാദേവ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ നടക്കുന്ന വൈക്കത്തഷ്ടമി ഇവിടുത്തെ പ്രധാന ഉത്സവം കൂടിയാണ്. പിന്നെ പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, അന്നദാന പ്രഭു കൂടിയാണ് നമ്മുടെ വൈക്കത്തപ്പൻ. കുറേ ദിവസമായി വൈക്കത്തമ്പലത്തിൽ പോകണമെന്ന് കരുതണം. പക്ഷേ മഴ കാരണം മറ്റു പല കാരണങ്ങളാൽ പോക്ക് നടക്കുന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് അങ്ങ് രണ്ടും കൽപ്പിച്ച് പോയേക്കാന്ന് കരുതി. പിന്നെ ഞങ്ങൾ വൈക്കത്തപ്പൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ പ്രധാന കലാപരിപാടി അവിടുത്തെ മണ്ണിൽ കളിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വൈക്കത്തപ്പൻ്റെ മുമ്പിലല്ലേ, ഞങ്ങൾക്കും അത് സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈക്കത്തപ്പന് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് കൂവളമാല. ഞാൻ മിക്കപ്പോഴും വരുമ്പോൾ കൂവളമാല തന്നെയാണ് മേടിച്ചു കൊടുക്കാറ്. കൂവളമാലയിൽ തന്നെ കൂവളയില മാത്രമുള്ളതും പിന്നെ താമര ചേർത്തിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ കൂവളയില മാത്രമുള്ളതാണ് മേടിക്കാറ്. ഇതുമായിട്ട് നേരെ അമ്പലത്തിൽ കയറി തൊഴുതു. അകത്ത് ഫോൺ അലൗഡ് അല്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. അമ്പലത്തിനകത്ത് തന്നെ നോക്കുമ്പോഴേ നമുക്ക് നമ്മുടെ വിശാലമായ വൈക്കത്തമ്പല കുളം കാണാൻ പറ്റും. നിറയെ മീനുകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് നോക്കി നിൽക്കാൻ. സിലോപ്പിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്തായാലും ആ വെള്ളം കാണുമ്പോൾ ആർക്കായാലും അതിൽ ഇറങ്ങി ഒന്ന് കൈയും കാലും ഒക്കെ ഇട്ട് തട്ടി കളിക്കാൻ തോന്നും. ഞാൻ അതിലിറങ്ങി. എൻ്റെ ഇറക്കം കണ്ടിട്ട് എൻ്റെ മകനെ തീരെ പിടിക്കണില്ല. അവൻ അതിലിറങ്ങാൻ വേണ്ടി ഭയങ്കര ബഹളം വെപ്പായിരുന്നു. ലാസ്റ്റ് അവനെ അങ്ങ് ഇറക്കി. ഭയങ്കര സന്തോഷമായി അവന്. ആ സന്തോഷം അവൻ്റെ മുഖത്ത് തന്നെ നമുക്ക് കാണാനുണ്ട്. നമുക്കുള്ള സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് ആ മണ്ണിലിരുന്നുകൊണ്ട് വൈക്കത്തപ്പനോട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. അതുപോലെ അവിടെ മണ്ണിൽ കുറച്ച് നേരം ഇരിക്കാതെ ആരും പോകാറില്ല. അങ്ങനെ അമ്പലത്തിനകവും പുറവും ഒക്കെ തൊഴുത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. തൊഴുതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല വിശന്നിട്ട് ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി വൈക്കം അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ളൊരു ഹോട്ടലിലേക്കാണ് പോണത്. ആനന്ദഭവനാണ് ഹോട്ടൽ. വൈക്കംകാർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടുത്തെ മസാല ദോശ എൻ്റെ ഫേവറേറ്റാണ്. നല്ല വലിയ മസാല ദോശ. നമ്മുടെ വിശപ്പ് നന്നായിട്ട് കിട്ടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഇനിയുള്ള അടുത്ത ലക്ഷ്യം മഴയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും വീടെത്തുക എന്നതാണ്. ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.